നമസ്കാരം. ഇ-ലേണിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫയർമാൻ, ഫയർ വുമൺ, ഫയർമാൻ ഡ്രൈവർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് നോക്കാം. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബേസിക് കൺസെപ്റ്റുകളെ കുറിച്ചിട്ട്, അതായത് ഫയറുമായിട്ട് ബന്ധപ്പെട്ട്, അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റുകൾ, അടിസ്ഥാന വിവരങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് ജ്വലനത്തെ പറ്റിയിട്ടാണ്. എന്താണ് ജ്വലനം എന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജ്വലനം എന്ന് പറയുന്നത് ഒരു വസ്തു, അതായത് ഒരു ഇന്ധനം ഓക്സിജന്റെ പ്രഭാവത്തിൽ കത്തുന്നതിനെയാണ് ജ്വലനം എന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കുന്നതോടുകൂടി നമ്മൾ നോക്കുകയാണ്. നോക്കിക്കേ, ജ്വലനം ഇന്ധനം ഓക്സിജനുമായി പ്രവർത്തിച്ച് താപം പുറന്തള്ളുന്ന രാസപ്രവർത്തനം. അപ്പോ ജ്വലനം എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തനമാണെന്ന് ഓർത്തോളണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ജ്വലനം എന്ന് പറഞ്ഞാൽ അതൊരു രാസപ്രവർത്തനമാണ്. എന്താണ് ജ്വലനത്തിൽ സംഭവിക്കുന്നത്? ഇന്ധനം ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് താപത്തെ പുറന്തള്ളുന്നു. ഇന്ധനം ഓക്സിജനുമായി പ്രവർത്തിച്ച് താപം പുറന്തള്ളുന്ന പ്രവർത്തനത്തെ, അല്ലെങ്കിൽ ആ രാസപ്രവർത്തനത്തെയാണ് നമ്മൾ ജ്വലനം എന്ന് പറയുന്നത്. ജ്വലന പ്രക്രിയയുടെ ഫലമായി പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നു. ഇപ്പൊ ജ്വലന പ്രക്രിയ നടക്കുന്ന സമയത്ത് താപോർജവും പ്രകാശോർജവും ഉണ്ടാകുന്ന രണ്ട് തരത്തിലുള്ള ഊർജ്ജ രൂപം ജ്വലന പ്രക്രിയയുടെ ഫലമായിട്ടുണ്ടാകുന്നുണ്ട്. ഏതൊക്കെയാണത്? താപോർജവും പ്രകാശോർജവും. നിങ്ങളുടെ വീട്ടില് വിറക് കത്തുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലാണ് ഊർജങ്ങൾ പുറത്തു വരുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏതൊക്കെ തരത്തിലായിരിക്കും? താപോർജവും കാണും, പ്രകാശോർജവും കാണും. അടുത്ത നോക്കിക്കേ, ഇന്ധനം ഖരരൂപത്തിലോ ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലോ ആകാം. ഇന്ധനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ അടുക്കളയിലേക്ക് വന്നാൽ മതി, നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് നമ്മൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതെന്ന്. വിറക് ഒരു ഖരരൂപത്തിലുള്ള ഇന്ധനമാണ്. അതേസമയം അടുക്കളയിൽ പാകം ചെയ്യുവാനായിട്ട് നമ്മൾ LPG ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണ്? വാതക രൂപത്തിലുള്ള ഇന്ധനമാണ്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ മണ്ണെണ്ണ ഉപയോഗിച്ച് ആദ്യം ഒന്ന് ചെറുതായിട്ട് തീ കൊളുത്താറുണ്ട്. ഇത് ദ്രാവക രൂപത്തിലുള്ള ഒരു ഇന്ധനമാണ്. അപ്പോ നമ്മുടെ അടുക്കളയിൽ പാകം ചെയ്യുവാനായിട്ട് വിവിധ തരത്തിലുള്ള ഇന്ധനങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതുപോലെ തന്നെയാണ് ഇന്ധനം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഖരരൂപത്തിലാകാം, ദ്രാവക രൂപത്തിലാകാം, അല്ലെങ്കിലോ വാതക രൂപത്തിലും ആകാം. അങ്ങനെ ഈ ഇന്ധനം ഓക്സിജന്റെ സഹായത്തോടു കൂടി കത്തുന്ന പ്രവർത്തനത്തെയാണ് ജ്വലനം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ധനം ഓക്സിജന്റെ സഹായത്താൽ കത്തുന്ന പ്രവർത്തനം, ഇതിനെ നമുക്ക് ജ്വലനം എന്ന് വിളിക്കാം. ജ്വലന പ്രക്രിയയുടെ ഫലമായിട്ട് രണ്ട് തരത്തിലുള്ള ഊർജ രൂപങ്ങൾ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്രകാശോർജം ഉണ്ടാകുന്നുണ്ട്, താപോർജം ഉണ്ടാകുന്നുണ്ട്. ചില തരത്തിലുള്ള ജ്വലന പ്രക്രിയകളിൽ വലിയ ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണം, പടക്കം പൊട്ടുന്നു, ഡൈനാമൈറ്റ് അല്ലെങ്കിൽ ബോംബ് പൊട്ടുന്നു. ഇവിടെ ശബ്ദോർജവും റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ജ്വലന പ്രക്രിയയുടെ ഫലമായിട്ട് താപോർജവും പ്രകാശോർജവും ശബ്ദോർജവും റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. നോക്കിക്കേ, വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്റ്റുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ജ്വലനത്തെ സഹായിക്കുന്ന ഓക്സിജന്റെ ഉറവിടത്തെ ഓക്സിഡൈസർ എന്നറിയപ്പെടുന്നു. നമുക്കറിയാം, ജ്വലിക്കുവാൻ സഹായിക്കുന്ന, കത്തുവാൻ സഹായിക്കുന്ന വാതകം ഏതാണെന്ന് നമ്മൾ PSC പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സാധനമാണ്. കത്തുവാൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. ഇങ്ങനെ ജ്വലനത്തെ സഹായിക്കുന്ന ഓക്സിജന്റെ ഉറവിടത്തെ ഓക്സിഡൈസർ എന്നാണ് വിളിക്കുന്നത്. ഓർത്തു വെച്ചോണേ, ഓക്സിഡൈസർ എന്താണ്? ജ്വലനത്തെ സഹായിക്കുന്ന ഓക്സിജന്റെ ഉറവിടം. ഈ ഉറവിടത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഓക്സിഡൈസർ എന്ന് വിളിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വന്നാൽ, ജ്വലനം താപത്തെ പുറന്തള്ളുന്ന പ്രവർത്തനമായതിനാൽ ഇതിനെ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നു. ജ്വലനം എന്താണ്? ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എങ്ങനെയാണ് ജ്വലനം എക്സോതെർമിക് റിയാക്ഷൻ ആകുന്നത്? ഓർത്തു നോക്കിക്കേ, ജ്വലിക്കുമ്പോൾ താപം പുറന്തള്ളപ്പെടുന്നുണ്ട്. താപത്തെ പുറന്തള്ളുന്നത് എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. താപത്തെ പുറന്തള്ളുന്ന റിയാക്ഷനുകളെ, രാസപ്രവർത്തനങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ജ്വലനം എന്താണ്?
താപത്തെ പുറന്തള്ളുന്ന പ്രവർത്തനമാണ്, ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ ജ്വലനം എന്ന് പറയുന്നത് താപത്തെ പുറന്തള്ളുന്ന പ്രവർത്തനമായതിനാൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഈ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. ജ്വലനം ഡാഷ് ആണ് എന്ന് വെച്ചാൽ എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണെന്ന് ഓർത്തു വെച്ചോണം. അടുത്ത പോയിന്റ് നോക്കിക്കേ. ജ്വലന പ്രക്രിയയുടെ ഫലമായി ഉണ്ടാകുന്ന വാതകങ്ങളെ ഈ എക്സോസ്റ്റ് എന്നറിയപ്പെടുന്നു. അപ്പൊ എന്താണ് എക്സോസ്റ്റ്? ഈ എക്സോസ്റ്റ് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ജ്വലന പ്രക്രിയയുടെ ഫലമായിട്ടുണ്ടാകുന്ന വാതകങ്ങളെ, ജ്വലന പ്രക്രിയയുടെ ഫലമായിട്ടുണ്ടാകുന്ന വാതകങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? ഈ എക്സോസ്റ്റ് എന്ന് വിളിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കിക്കേ. ജ്വലനം നടക്കുമ്പോൾ ഇന്ധനം ഓക്സിജനുമായി പ്രവർത്തിച്ച് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രധാനപ്പെട്ട രാസമാറ്റം. അപ്പോ ജ്വലനം നടക്കുന്നത് മൂലം ഉണ്ടാകുന്ന രാസമാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. ജ്വലനം എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ സഹായത്തിൽ കത്തുന്നതാണ്. ഇന്ധനം കത്തുന്നതിനെയാണ് നമ്മൾ ജ്വലനം എന്ന് പറയുന്നത്. അങ്ങനെ ജ്വലിക്കുന്നത് മൂലം അല്ലെങ്കിൽ ജ്വലന പ്രക്രിയയുടെ ഫലമായിട്ട് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകപ്പെടുന്നു. ഇതാണ് പ്രധാനപ്പെട്ട രാസമാറ്റം. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ ഭൗതിക മാറ്റം, രാസമാറ്റം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും. എന്താണ് ഭൗതിക മാറ്റം എന്ന് ഓർത്ത് നോക്കിയേ. ഒരു പദാർത്ഥത്തിന്റെ ഭൗതിക അവസ്ഥകൾക്ക് മാത്രം മാറ്റം സംഭവിക്കുന്നതിനെയാണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. ഭൗതിക അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുന്നു വെച്ചാൽ, ഉദാഹരണം മെഴുകുരുകുന്നു. മെഴുകുരുകി കട്ടിയായി കഴിഞ്ഞാൽ അതിനെ നമുക്ക് വീണ്ടും എന്താക്കാൻ പറ്റും? മെഴുകായിട്ട് തന്നെ മാറ്റാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതേസമയം വിറക് കത്തിക്കഴിഞ്ഞാലോ, വിറക് കത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ആ ചാരത്തെ നമുക്ക് വിറകാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം പദാർത്ഥത്തിന്റെ ഭൗതികമായിട്ടുള്ള അവസ്ഥയ്ക്ക് മാത്രം മാറ്റം സംഭവിക്കുന്നതിനെ നമ്മൾ ഭൗതിക മാറ്റം എന്ന് പറയുന്നു. ഉദാഹരണത്തിന് മെഴുകുരുകുന്നു ഓർത്തോണം. ഇനി രാസമാറ്റമാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരു പദാർത്ഥത്തിന്റെ രാസഘടനയിൽ സ്ഥിരമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നു. ഇതിനെയാണ് രാസമാറ്റം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ എപ്പോഴും കുഞ്ഞു ക്ലാസ്സുകളിലെ പറയുന്നതാണ് വിറക് കത്തുന്നത്. ഇത് രണ്ടും ഓർത്തോണം. അപ്പോ താപം നടക്കുമ്പോൾ പ്രധാനമായിട്ടും ഒരു രാസമാറ്റമാണ് സംഭവിക്കുന്നത്. എക്സോതെർമിക് റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ചൂടിനെ പുറന്തള്ളുന്നുണ്ട്, താപത്തെ പുറന്തള്ളുന്നുണ്ട്, ശബ്ദത്തെ പുറന്തള്ളുന്നുണ്ട്. അങ്ങനെ ജ്വലനം നടന്നു കഴിഞ്ഞ് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകപ്പെടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജ്വലന പ്രക്രിയ ഒരു രാസമാറ്റമാണെന്ന് പറയാൻ കാര്യം ഇത് തന്നെയാണ്. ഇത് നോക്കിക്കേ. ഇന്ധനവും ഓക്സിജനുമായിട്ട് കത്തുന്നു. ഇന്ധനവും ഓക്സിജനുമായിട്ട് ചേർന്ന് കത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാകാം? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകാം, അതുപോലെ തന്നെ ജലമുണ്ടാകാം. താപത്തെ പുറത്തുവിടുന്നു, പ്രകാശത്തെ പുറത്തുവിടുന്നു. ഒരു ജ്വലന പ്രക്രിയയുടെ രാസസൂത്രമാണ്, രാസസൂത്രവാക്യമാണ് ഈ എഴുതിയിരിക്കുന്നത്. കെമിക്കൽ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? ഇന്ധനവും ഓക്സിജനുമായിട്ട് ചേരുന്നു. ഇന്ധനവും ഓക്സിജനുമായിട്ട് ചേർന്ന് എന്ത് സംഭവിക്കുന്നു? ജ്വലനം സംഭവിക്കുന്നു. ഇന്ധനവും ഓക്സിജനുമായിട്ട് ചേർന്ന് ജ്വലനം സംഭവിക്കുന്നു. അങ്ങനെ ജ്വലനം സംഭവിച്ചതിന് ശേഷം എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് അഥവാ CO2 എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് അഥവാ CO2 ഉണ്ടാകുന്നുണ്ട്. ജലം അഥവാ H2O, ജലം അല്ലെങ്കിൽ H2O ഉണ്ടാകുന്നുണ്ട്. താപം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ പ്രകാശം ഉണ്ടാകുന്നുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ശബ്ദോർജം കൂടി ഉണ്ടാകുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്ധനവും ഓക്സിജനുമായിട്ട് കത്തുന്നു, ജ്വലിക്കുന്നു, ജ്വലന പ്രക്രിയ സംഭവിക്കുന്നു. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ, ബൈ പ്രോഡക്റ്റുകൾ കിട്ടുമെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുണ്ട്, ജലം കിട്ടുന്നുണ്ട്, താപം കിട്ടുന്നുണ്ട്, പ്രകാശം കിട്ടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുമുണ്ട് ഇതെല്ലാം. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർമ്മയിലേക്ക് വന്നാൽ മാത്രം മതിയാകും. അടുത്തത് നോക്കിക്കേ. ജ്വലന വസ്തു, ഓക്സിജൻ, താപം എന്നിവ ജ്വലനത്തെ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. അപ്പം ജ്വലനത്തിനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ജ്വലിക്കുവാൻ ഒരു പദാർത്ഥം വേണം, അതിനെയാണ് ജ്വലന വസ്തു അല്ലെങ്കിൽ ഇന്ധനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ജ്വലിക്കൂ. ഓക്സിജൻ എന്ന് പറയുന്നത് കത്തുവാൻ സഹായിക്കുന്ന വാതകമാണ്. കത്തുവാൻ സഹായിക്കുന്ന ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പദാർത്ഥവും ജ്വലന പ്രക്രിയയ്ക്ക് വിധേയമാകൂ, ജ്വലിക്കൂ. ഒരു ഇന്ധനം ജ്വലിക്കണമെങ്കിൽ ആര് വേണം, ആരുടെ സഹായം വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഓക്സിജന്റെ സഹായം വേണമെന്ന് പറയും. എങ്കിൽ മാത്രമേ ജ്വലന പ്രക്രിയ സംഭവിക്കുകയുള്ളൂ. അടുത്തത് താപം.
ആ ഇന്ധനം കത്തുവാനായിട്ട് ഒരു താപം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ജ്വലന കേന്ദ്രം, ജ്വാല ആവശ്യമുണ്ട്. ആ ഇന്ധനത്തെ കത്തിക്കുവാനായിട്ട് നമുക്കൊരു ജ്വാല ആവശ്യമുണ്ട്. അതിനെയാണ് താപം എന്ന് എഴുതിയിരിക്കുന്നത്. സോഴ്സ് ഓഫ് ഇഗ്നീഷൻ എന്ന് പറയും. സോഴ്സ് ഓഫ് ഇഗ്നീഷൻ, അതിനെയാണ് നമ്മൾ താപം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ജ്വലനത്തെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ്? ജ്വലന വസ്തു അഥവാ ഇന്ധനം, ഓക്സിജൻ കത്തുവാൻ സഹായിക്കുന്ന വാതകം, താപം അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇഗ്നീഷൻ എന്ന് പറയാം. അടുത്ത നോക്കിക്കേ, ജ്വലന വസ്തുവിന്റെ തരം, ഓക്സിജന്റെ അളവ്, താപനില എന്നിവയെല്ലാം ജ്വലനത്തിന്റെ വേഗതയെയും തീവ്രതയെയും ബാധിക്കുന്നു. അപ്പൊ ജ്വലനത്തിന്റെ വേഗതയെയും തീവ്രതയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ജ്വലിക്കുന്ന വസ്തു ഏതാണ്? പെട്ടെന്ന് കത്തുന്നതാണോ, വളരെ സാവധാനത്തിൽ കത്തുന്ന വസ്തുവാണോ? അതായത് ഇന്ധനത്തിന്റെ തരം എന്നർത്ഥം. ഇന്ധനം വളരെ പെട്ടെന്ന് ജ്വലനത്തിന് വിധേയമാകുന്നതാണോ? ഉദാഹരണം, പെട്രോൾ വളരെ പെട്ടെന്ന് കത്തിപ്പോകുന്നതാണ്, LPG വളരെ പെട്ടെന്ന് കത്തിപ്പോകുന്നതാണ്. പക്ഷേ വിറക് അത്ര പെട്ടെന്ന് കത്തുമോ? ഇല്ല. അങ്ങനെ ഇന്ധനത്തിന്റെ അല്ലെങ്കിൽ ജ്വലിക്കുന്ന വസ്തുവിന്റെ തരത്തിനനുസരിച്ച് ജ്വലനത്തിന്റെ വേഗതയും തീവ്രതയും വ്യത്യാസപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സിജന്റെ അളവ്, എത്ര നന്നായി കത്തുന്ന ഇന്ധനമായിക്കൊട്ടെ വസ്തുവായിക്കൊള്ളട്ടെ, ഓക്സിജന്റെ അളവ് വേണ്ടത്ര ഇല്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായ രീതിയിൽ ജ്വലനം സംഭവിക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ആവശ്യമായിട്ടുള്ള അളവിൽ ഓക്സിജൻ ഇല്ല, ഏറ്റവും കുറഞ്ഞത് 16% ഓക്സിജൻ ഇല്ല എങ്കിൽ കൃത്യമായിട്ട് ജ്വലനം സംഭവിക്കില്ല. അപൂർണമായിട്ടുള്ള ജ്വലനമായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള അളവിൽ, വേണ്ടത്ര അളവിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ വസ്തു കൃത്യമായി ജ്വലിക്കപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ താപനില, ഇന്ധനം കത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള താപനില പാലിക്കപ്പെടേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോ ജ്വലന വസ്തുവിന്റെ തരം, ഓക്സിജന്റെ അളവ്, അതുപോലെ താപനില, ഇതൊക്കെ ജ്വലനത്തിന്റെ വേഗതയെയും തീവ്രതയെയും ബാധിക്കുന്ന ഘടകങ്ങളാണെന്ന് ഓർത്തു വെച്ചോണം. നിങ്ങൾ ഫയർമാൻ ഡ്രൈവർ, ഫയർ വുമൺ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇ-ലേണിൽ ഇപ്പോൾ സജ്ജമാണ്. റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, PDF സ്റ്റഡി മെറ്റീരിയൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട്, പേഴ്സണൽ മെന്റർഷിപ്പ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തന്നെ ഇ-ലേണിൽ ഇപ്പോൾ സജ്ജമാണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ഉറപ്പാക്കുക. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.